ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയിട്ട് കാണാം. എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. A ചോദ്യം, if the measure of the angle on the left side of the picture is denoted by L and the measure of the angle of the right side is denoted by R, write the relation between L and R. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ലൈന് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴുള്ള രണ്ട് ആംഗിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ആംഗിളിന് എൽ എന്ന് കൊടുക്കുകയാണ്. ഇത് എൽ ആണ്. ഇതെന്ന് പറയുന്നത് ഏതാണ്? ഇതെന്ന് പറയുന്നത് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതണം? ഇവിടെ നമുക്കറിയാം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എൽ പ്ലസ് ആർ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, എൽ പ്ലസ് ആർ ഈക്വൽ ടു 180 ഡിഗ്രി. അല്ലെങ്കിൽ എൽ എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി മൈനസ് എന്താണ്? ആറാണ്. ഇനി ആറ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ആർ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് എൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റിലേഷൻ എഴുതിയാൽ മതി. ഇനി ഇത് 3 എഴുതിയാലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആംഗിൾ കിട്ടിയ ഇത് കണ്ടുപിടിക്കാനും ഇത് മൈനസ് ചെയ്താൽ മതി. അതുപോലെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഇതാണ്. ഈ ആംഗിൾ കിട്ടിയാൽ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി. അത്രയും കാര്യമേ ഉള്ളൂ. അതൊന്ന് നിങ്ങൾ ഈ ഒരു ഫോമിലേക്ക് എഴുതിയാൽ മാത്രം മതി. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. A square with a perimeter of 60 cm is extended by 1 cm on each side to form a larger square. അപ്പോൾ ഒരു സ്ക്വയർ അതിൻ്റെ പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? 1 സെൻറ്റിമീറ്റർ ഓരോ സൈഡും വീതം നമ്മൾ ലാർജ് ചെയ്തു. ഹൗ മച്ച് വിൽ ദ പെരിമീറ്റർ ഓഫ് ദ ലാർജർ സ്ക്വയർ ഇൻക്രീസസ്? അപ്പോൾ ലാർജർ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്ര കൂടിയിട്ടുണ്ടാവും? ഇത് നമ്മൾ നമ്മുടെ ആ ഒരു പാഠഭാഗത്തിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഇവിടെയും അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞത്? നമ്മൾ ഒരു സ്ക്വയർ വരച്ചു. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ ഇത് 1 മീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എല്ലാ സൈഡിലേക്കും 1 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു. ഏകദേശം ഈ ഒരു സ്ക്വയർ വന്നു. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് കൂടിയിട്ടുള്ളത് എന്നാണ്. സ്ക്വയർ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് ഈ ഒരു സൈഡിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? പെരിമീറ്റർ ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ. ഓക്കെ, ആദ്യം തന്നെ എഴുതി കൊടുക്കാം. പെരിമീറ്റർ ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു വശത്തിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. എന്നാലല്ല നമുക്ക് കൂട്ടിയത് എത്രയാണ് ആ 1 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടിയിട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വൺ സൈഡ് എത്രയാണ്? ടോട്ടൽ 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 സൈഡ്സ് ആണ് ഒരു സ്ക്വയറിന് ഉണ്ടാവുക. 4ഉം ഈക്വൽ ആയതുകൊണ്ട് 60 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കുക. എത്ര കിട്ടി? 50 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ആണ് ആ പഴയ സ്ക്വയർ ഇല്ലേ? പഴയ സ്ക്വയറിൻ്റെ ലെങ്ത് ആണ് 50 സെൻറ്റിമീറ്റർ. ഇനി പുതിയത് എന്ത് ചെയ്യണം? ഇതിൻ്റെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഒരു സ്ക്വയർ മീറ്റർ കൂടുതലാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വണ് ലെങ്ത് ഓഫ് വൺ സൈഡ് ന്യൂ സ്ക്വയർ. ഓക്കെ, പുതിയ സ്ക്വയറിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു എത്രയാണ്? 15 + 1 16 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പെരിമീറ്റർ. ഇനി അടുത്തത് പെരിമീറ്റർ ഓഫ് ദ ന്യൂ സ്ക്വയർ. ഓക്കെ, ന്യൂ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് സൈഡ് കിട്ടി 16 ആണെന്ന് കിട്ടി. 4 ഭാഗമാണുള്ളത്. 16 × 4 ചെയ്ത് നോക്കുക. എത്രയാണ്? 64. അപ്പോൾ ഇനി ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഇൻ പെരിമീറ്റർ. പെരിമീറ്ററിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ഈക്വൽ ടു എത്രയാണ്? ആദ്യം ഉണ്ടായിരുന്നത് 60 ആണ്, ഇപ്പോൾ വന്നത് 64 ആണ്. എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതണം. സ്റ്റെപ്പിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. മാത്രമല്ല അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും വേണ്ടി പറ്റും. ഓക്കെ, വേണമെങ്കിൽ ഈ ചിത്രം നിങ്ങൾക്ക് സൈഡിൽ വേണമെങ്കിൽ വരക്കാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി ഇതിലെ സി ചോദ്യം, ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ എക്സ്റ്റെൻഡഡ് സ്ക്വയർ ഈസ് പി, ദ പെരിമീറ്റർ ഓഫ് ദ സ്മോളർ സ്ക്വയർ ഈസ് എസ്, ഹൗ ക്യാൻ റിലേഷൻ ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ് ബി റിട്ടൺ? എന്താണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള എക്സ്റ്റെൻഡഡ് സ്ക്വയറിൻ്റെ പെരിമീറ്ററിനെ പി എന്നെടുക്കുക, അഥവാ ഈ ഒരു 64 നമ്മൾ എന്തെടുക്കുകയാണ്? പി എന്നെടുക്കുകയാണ്. അങ്ങനെ ദ പെരിമീറ്റർ ഓഫ് ദ സ്മോളർ സ്ക്വയറിനെ നമ്മൾ എന്തെടുക്കുകയാണ്? എസ് എന്നും എടുക്കുകയാണ്. അപ്പോൾ എസ് ഏതാണ്? 60 ആണ്. ഹൗ ക്യാൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ് ബി റിട്ടൺ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പി എന്ന് പറയുന്നതിന് എന്ത് എഴുതാം? പി ഈക്വൽ ടു എന്താണ്? പി എന്ന് പറയുന്നത് എസ് മൈനസ് പി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 ആണ് അല്ലേ? പി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 ആണ്. അതുപോലെ എസ് എന്ന് പറയുന്നത് എന്താണ്? പി മൈനസ് 4 ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ നമ്മൾ എഴുതി കൊടുക്കുക. ഇനി ഇതിലെ ഡി ചോദ്യം നോക്കാം നമുക്ക്. ഡി ചോദ്യം, ഇഫ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺ ഈസ് എസ്, ദ നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് എ ഫിക്സഡ് കോർണർ ടു അതർ കോർണേഴ്സ് ഈസ് എൽ. എന്താണ്? ഒരു പോളിഗൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എസ് ആണ്, അതിൻ്റെ കോർണേഴ്സ് എന്ന് പറയുന്നത് എല്ലുമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോൺസ്റ്റന്റ് റിലേഷൻ ബിറ്റ്വീൻ എൽ ആൻഡ് എസ്? അങ്ങനെയാണെങ്കിൽ എല്ലും എസ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, കോൺസ്റ്റന്റ് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? പോളിഗണിൻ്റെ എത്ര സൈഡാണുള്ളത്? പോളിഗണിൻ്റെ സൈഡിന് നമ്മൾ എസ് എന്നാണ് എടുക്കുന്നത് അല്ലെ? ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എസ് എന്നാണ് പോളിഗണിൻ്റെ സൈഡിന് നമ്മൾ എടുക്കുന്നത്. ഇനി പോളിഗണിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡാണുള്ളത്. അപ്പോൾ എൽ എന്ന് പറയുന്നത് എന്താണ്? എൽ എന്ന് പറയുന്നത് എൽ ഈക്വൽ ടു എസ് മൈനസ് 3 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. എൽ ഈക്വൽ ടു എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 4 ഹാസ് 2 പാർട്സ്. ക്വസ്റ്റ്യൻ 4ന് 2 പാർട്ടുണ്ട്. 4A 4B. ആൻസർ എനി വൺ, ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും ആ ആൻസറിലേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 4th വൺ, എ റമദാൻ ഓഫർ 40% ഓഫ് ഓൺ ക്ലോത്ത് ലുക്ക് അറ്റ് ദ ആഡ്സ്. ആഡ്സിൽ റമദാൻ്റെ ഓഫർ 40% ഓഫർ ഉണ്ടെന്ന് കണ്ടു. ക്ലോത്തിനാണ് കേട്ടോ. എ ചോദ്യം, വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് ഓൺ ക്ലോത്ത്സ് വർത്ത് ആർ 100 rupees ഫ്രം ദിസ് ഷോപ്പ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ 100 രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 100 രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് അവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര രൂപയാണ്? നമുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 40 രൂപയാണ്. കാരണം എന്താണ്? ടോട്ടൽ 60 രൂപയാണ്. 40% കുറച്ച് ടോട്ടൽ 100 രൂപ എന്ന് 40% അഥവാ 40 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 60 രൂപക്കാണ് സാധനം വാങ്ങിക്കുക. അപ്പോൾ 40 രൂപയാണ് ഡിസ്കൗണ്ട് ഉള്ള പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും നമുക്കത് ചെയ്തു നോക്കാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 40 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നോക്കുക, ഇൻറ്റു 100. അപ്പോൾ ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവും. ബാക്കിയുള്ളത് എത്രയാണ്? 40% ആണ്. 40% അല്ല, 40 രൂപയാണ് അവിടെ ഡിസ്കൗണ്ട്. ഇനി രാജു ഗോട്ട് എ ഡിസ്കൗണ്ട് ഓഫ് ₹120 വെൻ ഹി ബോട്ട് ക്ലോത്ത്സ് ഫ്രം ദിസ് ഷോപ്പ്. അപ്പോൾ ഈ ഷോപ്പിൽ നിന്നും രാജു സാധനം വാങ്ങിച്ചപ്പോൾ രാജുവിന് എത്ര രൂപ? 120 രൂപ ഡിസ്കൗണ്ട് കിട്ടി. വാട്ട് വാസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ക്ലോത്ത്സ് രാജു ബ്രോട്ട്? അപ്പോൾ രാജു വാങ്ങിച്ചിട്ടുള്ള ആ സാധനത്തിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് കണ്ടെത്തി നോക്കാം. ബി ഉത്തരമാണ്. ഇവിടെ രാജുവിന് കിട്ടിയത് എത്രയാണ്? 120 രൂപയായിരുന്നു അല്ലേ? അപ്പോൾ ഒറിജിനൽ പ്രൈസ് ആണ് നമ്മൾ കാണേണ്ടത്. ഒറിജിനൽ പ്രൈസിന് നമ്മൾ എന്ത് കൊടുക്കുക? ഒറിജിനൽ പ്രൈസിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ 40% ഓഫ് എക്സ് ആണ് അവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ? അത് എത്രയാണ്? 120 രൂപയാണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ് എത്രയാണ്? 120 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 120 ഇൻറ്റു 100 ബൈ 40 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതും കൂടെ വെട്ടിപ്പോവാ. 120 ഇൻറ്റു 10 എത്ര കിട്ടും? 10/4 ആണ് അല്ലേ? അപ്പോൾ എത്ര കിട്ടും? എക്സ് എന്ന് പറയുന്നത് 300 ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 300 രൂപയാണ്. ഇനി സി ചോദ്യം, രാമു ബ്രോട്ട് ക്ലോത്ത്സ് ഫ്രം ₹2560 ഫ്രം ദിസ് ഷോപ്പ്. ഹൗ മച്ച് ഷുഡ് രാമു പേ? അപ്പോൾ രാമു എന്ത് ചെയ്തു? 2560 രൂപയ്ക്ക് ഈ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തു. അപ്പോൾ രാമു എത്ര രൂപയാണ് അവിടെ കൊടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അഥവാ ഡിസ്കൗണ്ട് ഇല്ലാതെയാണ് 2560, വിത്ത് ഡിസ്കൗണ്ട് നമ്മൾ കാണണം. അതെല്ലാം നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ 40% ഓഫ് കാണണം അല്ലേ? അഥവാ സിയുടെ ഉത്തരമാണ് 40% ഓഫ്
എന്താണ് 2560-ൻ്റേതാണ് കാണേണ്ടത്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2560. ഓക്കെ, ഇനി ഇതും കൂടെ വെട്ടിപ്പോവും അല്ലേ. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, 40 ഇൻറ്റു 256 ചെയ്തു നോക്കുക, അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 1024 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ, 1024 രൂപ എന്താണ്, അതിൻ്റെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ടോട്ടൽ പേ ചെയ്യേണ്ടത് എമൗണ്ട് ടു പേ എന്ന് എഴുതുക. എമൗണ്ട് ടു പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്, ആകെ 2560 അതിൽ നിന്നും 1024 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും, 1536 എന്ന് കിട്ടും. അപ്പോൾ അത്രയും പൈസയാണ് ആര് ചെയ്യേണ്ടത്, നമ്മുടെ രാമു അവിടെ കൊടുക്കേണ്ടത്, രാമു പേ ചെയ്യേണ്ട എമൗണ്ട്. ഇനി അടുത്തത് ഇതിലെ ഡി ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇക്വാലൻറ്റ് ടു 40% ഓഫ് ഡിസ്കൗണ്ട്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതാണ് 40% ഡിസ്കൗണ്ടിനോട് തുല്യമായിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഡിസ്കൗണ്ട് ഓഫ് ₹200 ഓൺ ₹500. 500 നമ്മൾ സാധനം വാങ്ങിച്ചു. ഓക്കെ, 500 സാധനം വാങ്ങിച്ചു, അതിനെ 200 സാധനം വാങ്ങിച്ചു. ആകെ തെറ്റിപ്പോയി അല്ലേ. 500 നമ്മൾ സാധനം വാങ്ങിച്ചത്, 200 എന്ത് ചെയ്തു, നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടി. അഥവാ 200 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും, ഇത് രണ്ടും വെട്ടിപ്പോവും, ഇത് രണ്ടും വെട്ടിപ്പോവും. 200 ബൈ 5 എന്ന് പറയുന്നത് എത്രയാണ്, 40 ഓക്കെ, അപ്പോൾ 40% നമുക്കിവിടെ കിട്ടുക. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്, രണ്ടാമത് പറയുന്നത് എ ഡിസ്കൗണ്ട് ഓഫ് ₹60 ഓൺ 150. അഥവാ 150ക്ക് സാധനം വാങ്ങിച്ചപ്പോൾ 60 രൂപ നമുക്ക് കിട്ടി. അപ്പോൾ 60 ബൈ 150 ഇൻറ്റു 100 ചെയ്ത് നോക്കുക. ഓക്കെ, ഇതും എന്ത് ചെയ്യുക, ഇതേപോലെ വെട്ടിപ്പോവുക. അപ്പോൾ എത്ര കിട്ടും, 6/15. 6/15 എന്ന് പറയുമ്പോൾ 40% ആണ്. ഇനി അടുത്തത് എ ഡിസ്കൗണ്ട് ഓഫ് 50 പൈസ ഓൺ ₹1. 1 രൂപക്ക് സാധനം വാങ്ങിച്ചപ്പോൾ 50 രൂപ കിട്ടി. അപ്പോൾ എന്താണ്, 1 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ 50 പൈസ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അത് 50% അല്ലേ. 1 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 50 പൈസ കിട്ടി. അപ്പോൾ അതെന്താണ്, 50% നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് 300 രൂപ. ഓക്കെ, 1000 രൂപക്ക് സാധനം വാങ്ങിച്ചപ്പോൾ 300 രൂപ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം, 300 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 ചെയ്ത് നോക്കുക. രണ്ടും വെട്ടിപ്പോവും. 300 ബൈ 10 എന്ന് പറയുന്നത് 30%. അപ്പോൾ ഏതൊക്കെയാണ് ഇതിന് തുല്യമായിട്ടുള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ്. ഓക്കെ, ഈ 2 ഓപ്ഷൻസ് ആണ്. അപ്പോൾ താഴെ നോക്കുക, 1ഉം 2ഉം ഓപ്ഷൻസ് ശരിയായിട്ടുള്ളത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. 1 and 2 ആർ ട്രൂ എന്നുള്ളത്, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അടുത്ത ചോദ്യം നോക്കാം. ഇതിലെ ബി ചോദ്യമാണ്, ദർ ഈസ് ആൻ 8% ഡിസ്കൗണ്ട് ഓൺ ഐറ്റംസ് ഇൻ എ ഷോപ്പ്. ഒരു ഷോപ്പിൽ 8% ഡിസ്കൗണ്ട് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് ഓൺ ആൻ ഐറ്റം വർത്ത് ഓഫ് ₹10? അങ്ങനെയാണെങ്കിൽ 10 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്? എങ്ങനെ നമുക്ക് കണക്കാക്കാം, 8 രൂപക്ക് സാധനം വാങ്ങിക്കുകയാണ്. അപ്പോൾ 100 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോഴാണ് 8%. 8 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 10 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവും. 8/10 എന്ന് പറയുന്നത് എത്രയാണ്, 0.8 ആണ്. അപ്പോൾ 0.8 ആണ്, അത്രയും പൈസയാണ് കേട്ടോ, പൈസയാണ് നമുക്ക് അവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ബി ചോദ്യം, ഇഫ് ദർ ഈസ് ആൻ 8% ഓഫ് ഡിസ്കൗണ്ട് ആൻഡ് ഐറ്റംസ് വർത്ത് 225, വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് എമൗണ്ട്? ഇനി 225 രൂപക്ക് സാധനം വാങ്ങിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും? എങ്ങനെ കാണാം, 8/100 ഇൻറ്റു വാങ്ങിച്ചത് 225 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 18 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പോൾ 18 rupees ആണ് അവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എ ഡിസ്കൗണ്ട് ഓഫ് ₹360 ഈസ് ഗിവൺ ഓൺ ഐറ്റംസ് വർത്ത് ബൈ 4,500. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? എന്താണ്, 4500 രൂപക്ക് സാധനം വാങ്ങിച്ചു, അവിടെ 360 രൂപ എന്തായി, ഡിസ്കൗണ്ട് എമൗണ്ട് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ എത്രയാണ് അതിൻ്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 360 രൂപക്കാണ് അല്ലേ.
360 രൂപയാണ് അവിടെ ഡിസ്കൗണ്ട് എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. 4500 രൂപക്ക് വാങ്ങിച്ചതാണ്. ഇൻറ്റു എന്ത് ചെയ്യുക, ഇൻറ്റു 100 ചെയ്ത് നോക്കുക. ഈ 2 പൂജ്യവും വെട്ടിപ്പോവും. ബാക്കി 360/45 ഉണ്ടാവുക. അപ്പോൾ എത്ര കിട്ടും? ഈ ഒരു പൂജ്യവും കൂടെ വെട്ടിപ്പോവും അല്ലേ. അപ്പോൾ 36 ഈ പൂജ്യം വെട്ടില്ല, 36/450 ആയിട്ട് മാറും. 36/450 എത്രയാണ്? 36/450 പറഞ്ഞാൽ 8/100 ആണ്. 8/100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 100 കൂടെ ചെയ്യാം. എത്ര കിട്ടും? 8% ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇക്വാലൻറ്റ് ടു ഡിസ്കൗണ്ട് ഓഫ് 12 പൈസ ഫോർ 1 റുപ്പി? 1 രൂപക്ക് 12 പൈസയാണ് കിട്ടിയത്. ഇത് വരുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഡിസ്കൗണ്ട് ഓഫ് 60 പൈസ ഓൺ റുപ്പീസ് 10 രൂപക്ക് വാങ്ങിച്ചപ്പോൾ അവിടെ 60 രൂപ കിട്ടി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് 6.60 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് നോക്കുക. എത്രയാണ്? 6% ആണ്. അപ്പോൾ അത് ശരിയല്ല. അടുത്തത് നോക്കൂ. അടുത്ത എന്താണ്? 1 രൂപക്ക് സാധനം 10 രൂപക്ക് സാധനം വാങ്ങിച്ചപ്പോൾ 1 രൂപയായി കിട്ടി അല്ലേ. അഥവാ 1/10 ആണ്. 1/10 എന്ന് പറഞ്ഞാൽ 10% ആണ്. അടുത്തത് നോക്കൂ. അടുത്ത എന്താണ്? 12 രൂപ 100 രൂപക്ക് സാധനം വാങ്ങിച്ചപ്പോൾ 12 രൂപ കിട്ടി. അപ്പോൾ അത് എന്തിന് തുല്യമാണെന്നുള്ളത് നമ്മൾ നോക്കണം. 12/100 എന്ന് പറയുന്നത് 12% ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.